കേരളം മറ്റൊരു മിനി താലിബാനും മിനി പാകിസ്ഥാനും ആകുന്നുള്ള ഭയമായി. അതേപോലെ ആൻറ്റി ഇന്ത്യ ആക്ടിവിറ്റീസായി മലയാളികൾ, പ്രത്യേകിച്ച് മലയാളി ഈ വടക്കൻ മേഖല എന്നൊക്കെ വരുന്ന മലയാളി കമ്മ്യൂണിറ്റി, മലയാളികളായ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് വരെ ചെറുപ്പക്കാർ, ഇത് ഗ്ലോബലായിട്ട് മാറി. ഇത് മുസ്ലിം ലീഗിന് പറയാൻ പറ്റുമോ അവർക്കതിൻ്റെ അകത്ത് ഉത്തരവാദിത്വമില്ല എന്ന്? ഈ എം അക്ബറിനെ ആരാ സൃഷ്ടിച്ചത്? നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ SDP ജമാഅത്തി എന്നൊക്കെ പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. പക്ഷെ ഇവരൊന്നും എവിടെയും പവറിൽ വരത്തില്ല. പക്ഷെ അവരാർക്കാണ് എവിടെയാണ് പവർ സെൻറ്റർ, അതിൻ്റെ കൂടി മുസ്ലിം പവർ സെൻറ്ററിൻ്റെ കൂടെ അങ്ങ് നിൽക്കും. എന്നിട്ട് അവരെ ഫെസിലിറ്റേറ്റ് ചെയ്യും. അതൊരു ഭയങ്കര സ്ട്രാറ്റജിയാണ്. കാരണം അവർക്ക് പൊളിറ്റിക്കൽ കവർ വേണം. പൊളിറ്റിക്കൽ കവർ ഇല്ല എങ്കിൽ ഇവർക്ക് ഈ ആക്ടിവിറ്റീസ് നടത്താൻ പറ്റത്തില്ല. ആ ഒരു കവർ ഇവർക്ക് കിട്ടുന്ന മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്നാണ്. ഇത് യാഥാർത്ഥ്യം പറയുമ്പോൾ എന്നെ ആ ക്രിസംഗീന്നും കോപ്പൊന്നും ഒന്നല്ല, ഞാൻ പറയുന്ന ഡേറ്റ വെച്ചാ പറയുന്നത്. നിങ്ങൾ നോക്കുക, സൗദി അറേബ്യക്ക് സലഫിസം വേണ്ട, UAEക്ക് വേണ്ട, അറേബ്യൻ രാജ്യങ്ങൾക്ക് വേണ്ട. ഈ പറയുന്ന കൊച്ചു കേരളത്തിന് സലഫിസം വേണമെന്ന് ഈ ലീഗിന് ഇവർക്ക് നിർബന്ധം എന്താ? അതിനെ ആരാ ഒതുക്കേണ്ടത്? ഒതുക്കേണ്ടത് അവിടെ ഭരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം. അത് കേരളത്തിൻ്റെ സെക്യൂരിറ്റി ആസ്പെക്ട്സിനെ ഭയങ്കരമായിട്ട് ബാധിച്ചു. കേരളത്തിൻ്റെ കോസ്റ്റൽ ടെറൈൻ, ഈ സംഭവങ്ങൾ, അതൊക്കെ ഒരു സമയത്ത് ഇതങ്ങ് കയറിയങ്ങ് പിടിച്ചു. വടക്കൻ മലബാറിലെല്ലാം ഈ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ അവർക്ക് പ്രത്യേക ഗ്രൂപ്പുകൾ, അതിൻ്റെ അകത്തൂടെ എന്തുവായിരുന്നു ഈ പ്രശ്നം. അപ്പം അതിൻ്റെ ധൈര്യത്തിലല്ലേ പിണറായി വിജയനുള്ള സമയത്ത് അത് മുന്തിരിക്കവും മറ്റേ കുന്തിരിക്കവും അവലും മലരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകടനം കയറി വന്നത്. അതുമായി ബന്ധപ്പെട്ടൊരു സംഭവം ഞാൻ പറയാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഈരാറ്റുപേട്ട വിഷയം. ഞാനാണ് ആദ്യം അത് കോയിൻ ചെയ്യുന്നത്. അതൊരു മിനി താലിബാനാണ്. എനിക്കെതിരെ പിണറായി വിജയൻ സർക്കാർ വലിയ കേസെടുത്തു. അവിടുത്തെ മുസ്ലിം ലീഗ്, അവിടുത്തെ DYFI, അവിടുത്തെ മറ്റുള്ള കോൺഗ്രസ്സുകാർ എല്ലാവരും എനിക്കെതിരെ കേസ് കൊടുത്തു. ഗവൺമെൻറ് ആ കേസ് ഇനീഷ്യേറ്റ് ചെയ്ത് എനിക്കെതിരെ കലാപാഹ്വാനം എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ വലിയ കേസായി. മനസ്സിലാക്കുക, അത് പിന്നീടാണ് രണ്ടാമത് ഈ ഇഷ്യൂ കയറി വരുന്ന ഒരു കാറുമായിട്ട് അടിയും പിടിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇത് ആദ്യം ഇഷ്യൂ ഞാൻ ടേക്ക് ഓവർ ചെയ്ത്.